സോ ഗൈസ് 100 ഇന്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 16. നമ്മൾ ഓൾറെഡി ലാമിനേഷനും അതുപോലെ തന്നെ അക്രിലിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് വിനീർ ആൻഡ് PU കോമ്പിനേഷൻസ് ഡിസ്കസ് ചെയ്യാം. വിനീർ ബേസിക്കലി ഒരു നാച്ചുറൽ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റീരിയർക്ക് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല നാച്ചുറൽ ഫിനിഷ്, നാച്ചുറൽ ലുക്കും നമുക്ക് കൊണ്ടുവരും. വളരെ മോഡേൺ ആയിട്ടും വളരെ പ്രീമിയം ആയിട്ടും ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനൊരു മെയിൻ്റെനൻസ് ഫ്രീ എന്നുള്ള മെറ്റീരിയൽ അല്ല. നമുക്കൊരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോളിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റിലേക്ക് വരുമ്പോഴും ലാമിനേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ കോസ്റ്റ് ആണ്. എസ്പെഷ്യലി മെയിൻ്റെനൻസ് കൂടി ഇൻവോൾവ് ആകുമ്പോൾ ഒരു ഹയർ കോസ്റ്റിലേക്ക് പോകുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ പ്രീമിയം ഫീൽ കൊണ്ടുവരുന്നതാണ്. PUലേക്ക് വരുമ്പോൾ ഈ സെയിം അഡ്വാൻറ്റേജസ് തന്നെ നമുക്ക് അവിടെയുണ്ട്. വളരെ പ്രീമിയം ഫീല്, വളരെ കോംപ്ലക്സ് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. നമുക്ക് മാറ്റ് ആണെങ്കിലും ഗ്ലോസി ആണെങ്കിലും എന്ത് ഫിനിഷും ഏത് സർഫസിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ഫീൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതിൻ്റെ കോസ്റ്റാണ്. വിനീറും അതുപോലെ തന്നെ PUയും ഒരുപാട് വർക്ക്മാൻഷിപ്പ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ മെറ്റീരിയലും കോസ്റ്റ്ലിയാണ്. സോ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് നമുക്ക് അത്രയും അങ്ങോട്ട് ഫ്രണ്ട്ലി അല്ല. അതുപോലെ തന്നെ ലൈഫും ഇതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ഇതാണ്. സ്കിൽഡ് ലേബേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സ്കിൽഡ് ലേബേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വർക്ക്മാൻഷിപ്പും അതായത് വർക്കിൻ്റെ ക്വാളിറ്റിയും ബാധിക്കും.